സ്വാമി വിവേകാനന്ദനോട് വിദേശത്ത് വെച്ചൊരു സായിപ്പ് ചോദിച്ചത്, നിങ്ങളിങ്ങനെ ഈ ലൂസായിട്ടുള്ള കാവി ജുബയും ഇതുപോലത്തെ ഒക്കെ ഇട്ട് നടന്നാൽ ആരെങ്കിലും അടിക്കാൻ വന്നാൽ ഓടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, വരുന്നവരൊക്കെ എന്നെ ആക്രമിക്കാനാണ് വരുന്നത്, ഞാനെന്തിനാ ചിന്തിക്കുന്നത്, അത് നിങ്ങളുടെ ചിന്തയാണ്. ആര്യന്മാർ വന്ന് സിന്ധു നദിയുടെ നാഗരികതയിൽ ആക്രമിച്ച് അവിടുത്തെ ആദിമവാസികളെ ഓടിച്ചു. ഇപ്പോൾ ഓടിച്ചപ്പോൾ അവരെങ്ങോട്ട് ഓടി? 90 ഡിഗ്രി ലംബമായിട്ട് ഓടിക്കുക. മനുഷ്യന് ആരെങ്കിലും ഇപ്പോൾ ഇവിടെ ആരെങ്കിലും എന്നെ ആക്രമിക്കാൻ വന്നാൽ ഞാൻ 90 ഡിഗ്രിയിലാണ് ഓടുക. ഈസിയസ്റ്റ് വേ ആണോ തിരഞ്ഞെടുക്കുക? ഈ വിദ്യാഭ്യാസം പോലും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിൽ ഒതുങ്ങേണ്ടതല്ല, അതിനപ്പുറത്ത് ബോധതലത്തിലേക്ക്, കോൺഷ്യസ്നസ് ലെവലിലേക്ക് വിദ്യാഭ്യാസത്തെ ഉയർത്തേണ്ടതാണ്. ഐസർ, പൂണ ഐസറിൻ്റെ ഗൈഡ് ബുക്ക് വായിക്കാനിടയായി ഞാൻ. ഒരു പ്രത്യേക പാഠഭാഗം, അതിൽ ശാസ്ത്രം, സാങ്കേതിക ശാസ്ത്രം, മെഡിസിൻ ഇതിൻ്റെയൊക്കെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, ഗൈഡ്സിന് ശ്രദ്ധിക്കേണ്ട ഗൈഡ് ലൈൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു ഭാഗം ഹിസ്റ്ററി ഓഫ് സയൻസ്, മെഡിസിൻ, ഇതെല്ലാമാണോ കാലങ്ങളായിട്ട് നമ്മളെല്ലാം പറയുന്നതാണ്. ഭാരതത്തിലെ ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ ചരിത്രം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ ചരിത്രം ഭാരതം എവിടെയായിരുന്നു എന്നുള്ള പഠിപ്പിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വായിച്ചു നോക്കുമ്പോഴാണ് ഞെട്ടിപ്പോയത്, തെറ്റിദ്ധരിക്കപ്പെട്ടു പോയല്ലോ ടൈറ്റിൽ വായിച്ചിട്ടെന്ന് തോന്നിപ്പോയത്. ആദ്യം തന്നെ എഴുതിയിരിക്കുന്നത്, ബിഫോർ സ്റ്റാർട്ടിങ് ദ ക്ലാസ് യു ഹാവ് ടു ഗിവ് ഇൻസ്പിറേഷൻ എബൌട്ട് ദ 4 element തിയറി ഓഫ് ഗ്രീക്ക്. അതായത് ഈ ശാസ്ത്രം, സാങ്കേതിക ശാസ്ത്രം, മെഡിസിൻ്റെയൊക്കെ, വാസ്തുശില്പത്തിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ ആശയം എന്നത് ഗ്രീക്കുകാരുടെ 4 ഭൂതസങ്കല്പമാണെന്നാണ്. എലമെന്റ് തിയറി നമുക്കെല്ലാവർക്കും അറിയാം. ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം ചില മൗലിക സത്തകളാണ്, എലമെന്റ്സ് ആണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഭാരതത്തിൻ്റെ പഞ്ചഭൂത സിദ്ധാന്തം, ആ പഞ്ചഭൂത സിദ്ധാന്തത്തിൽ ഏറ്റവും മഹത്തരവും ഏറ്റവും അടിസ്ഥാനപരവുമായ ആകാശ തത്വത്തിലേക്ക് ഇവരാരും എത്തിയിട്ടില്ല. ഗ്രീക്കുകാർ പറഞ്ഞിട്ടുള്ളത് പൃഥ്വി, അപ്പ്, വായു, അഗ്നി വരെയുള്ളൂ. 4 എത്തിയിട്ടുള്ളൂ. പ്ലേറ്റോയും മറ്റും ആണ് ഈതർ എന്നുള്ളൊരു വേഗ് കൺസെപ്റ്റ് പുറത്തു വയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ 5 ഭൂതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല? 5 എലമെന്റ്സിനെ കുറിച്ച്, 5 എലമെന്റ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല? പോട്ടെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഒരു തരത്തിൽ ഈ സിദ്ധാന്തത്തിന് അടിത്തറയിലാണ് വിദേശങ്ങളിൽ അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിലൊക്കെ ശാസ്ത്രം വികസിച്ചത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആധുനിക കാലത്ത് പനാമ കനാൽ കൺസ്ട്രക്ഷൻ. അത് വാസ്തുശില്പ മഹത്വത്തിൻ്റെ, രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഒക്കെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. ഇപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി. സത്യത്തിൽ പഞ്ചഭൂത സിദ്ധാന്തത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, തെറ്റായ വഴിക്ക് ചലിപ്പിക്കുകയാണ്. ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശാസ്ത്രീയ മാർവൽ എന്ന് പറയുന്ന പനാമ കനാൽ കൺസ്ട്രക്ഷനാണ്. പനാമ കനാൽ എത്രയോ ദശാബ്ദങ്ങൾ പണിപ്പെട്ട് പല പല കമ്പനികൾ, പല പല രാഷ്ട്രങ്ങൾ ഇടപെട്ടിട്ട് 35-40 വർഷത്തെ പ്രവർത്തന ഫലമായിട്ടാണ് കനാൽ നിർമ്മിച്ചത്. ഓക്കെ, ഇറ്റ് വാസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്, മോഡേൺ എറേ. പക്ഷേ ഒരു 1800 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ ഒരു രാജാവിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഒരു വലിയ അണക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ട്. കല്ലണ എന്നാണ് എൻ്റെ പേര്. തിരുച്ചിറപ്പള്ളിയിൽ ഇപ്പോഴും പോയാൽ അത് കാണാം. ഇപ്പോഴും അതുണ്ട്, സ്റ്റിൽ ഇൻ എ വർക്കിംഗ് കണ്ടീഷൻ. ആ കരികാല ചോളൻ എന്ന് പറയുന്ന ദ മോസ്റ്റ് ഇലുസ്ട്രിയസ് രാജ ഓഫ് ചോള ഡൈനാസ്റ്റി, ഫസ്റ്റ് ചോള വേവിൻ്റെ ഭാഗത്താണ്. ഇതിലൂടെ ആ കഥ പഠിപ്പിച്ചാൽ, ആ ചരിത്രം പഠിപ്പിച്ചാൽ ഇന്നും പോയി കാണാൻ കഴിയുന്നതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മുടെ ശാസ്ത്രം പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പുഷ്പവിമാനമെന്നോ ഒക്കെ പറയുമ്പോൾ ചിലർ ചോദിക്കും, ആ പുഷ്പവിമാനത്തിൻ്റെ പ്രൊപ്പല്ലറിൻ്റെ ഒരു കഷ്ണം ഒന്ന് കാണിക്കുക എന്ന് ചിലപ്പോൾ ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഇല്ല കാണിക്കാൻ. നമുക്കുള്ളത് എന്താ സർവസ്വത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗം മാത്രമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ തെളിവില്ലാതില്ല, തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. That particular dam was constructed across a torrentiously flowing കാവേരി നദി. ഉഗ്രശക്തിയോടെ ഒഴുകുന്ന നദിക്ക് കുറുകെയാണ് കരികാല ചോളൻ ആ ഡാം നിർമ്മിച്ചത്. ആ ഡാമിൻ്റെ നിർമ്മാണ ശൈലി തന്നെ വേറൊരു പ്രത്യേകതയിലാണ്. അവിടെ ഇന്നും അത് തുടരുന്നു. അവിടെ ശേഖരിക്കപ്പെടുന്ന ജലമാണ് ഇന്നും ആ ഡെൽറ്റയിൽ മുഴുവൻ ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമിയിൽ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? പഞ്ചഭൂത സിദ്ധാന്തം ആർക്കും അറിയാത്തൊന്നുമല്ല. ഭാരതത്തിലെ സാധാരണ നിരക്ഷരരായ അമ്മമാർ വരെ രാവിലെ എഴുന്നേറ്റിട്ട് പറയാറുണ്ട്, പൃഥ്വീ സഗന്ധ സരസാസ്താപ സ്പർശീ ച വായുർ ജ്വലനം ച തേജഃ നഭസ്സ ശബ്ദം മഹതാ സഹൈവ കുർവന്തു സർവേ മമ സുപ്രഭാതം. എൻ്റെ പ്രഭാതങ്ങളെ മംഗളകരമാക്കുക ആര്? ഈ ഗന്ധത്തോടുകൂടിയ മണ്ണ്. പൃഥ്വിയുടെ ഗുണം ഗന്ധമാണ്. രുചിയോടുകൂടിയ ജലം, സ്പർശനശേഷിയുള്ള വായു, ശബ്ദത്തിൻ്റെ കാരണക്കാരനായിട്ടുള്ള ആകാശം,
അതേപോലെ രൂപത്തിൻ്റെ കാരണക്കാരനായിട്ടുള്ള അല്ലെ രൂപഗുണത്തോടു കൂടിയ അഗ്നി, പഞ്ചഭൂതങ്ങളെ നമസ്കരിക്കുകയാണ്, അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു. ഇത് ഭാരതത്തിൻ്റെ പാരമ്പര്യമാണ്, ഇത് അറിയാത്തതല്ല. എന്നിട്ടും ഗ്രീക്കിൻ്റെ പിന്നാലെ പോകാനാണ് പറയുന്നത്. എനിക്കെപ്പോഴും സ്വാമി വിവേകാനന്ദനെയാണ് ഓർമ്മ വരുന്നത്. അതൊരു ഞാൻ നന്മ പറയുകയാണ്. സ്വാമി വിവേകാനന്ദനോട് വിദേശത്ത് വെച്ചൊരു സായിപ്പ് ചോദിച്ചത്, നിങ്ങളിങ്ങനെ ഈ ലൂസായിട്ടുള്ള കാവി ജുബയും ഇതുപോലത്തെ ഒക്കെ ഇട്ട് നടന്നാൽ ആരെങ്കിലും അടിക്കാൻ വന്നാൽ ഓടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. സ്വാമി ചോദിച്ചു, ആര് ആക്രമിക്കാൻ വന്നാൽ ഓടാൻ പറ്റുമോ ഇത്തരം? സ്വാമി എന്ന് പറഞ്ഞ് വരുന്നവരൊക്കെ എന്നെ ആക്രമിക്കാനാണ് വരുന്നതെന്ന് ഞാനെന്തിനാ ചിന്തിക്കുന്നത്? അത് നിങ്ങളുടെ ചിന്തയാണ്. ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ഈ കാണായ പ്രകൃതിയിലുള്ളത് എല്ലാത്തിനും ചൈതന്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ വിശ്വാസ പ്രമാണമാണ്. ഒക്കെ അതിനോടൊപ്പം തന്നെ നമ്മൾ ബോധവാന്മാരാകേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് പറയാറ്, നമുക്ക് ഒരേപോലെ ശത്രുബോധവും വേണം, മിത്രബോധവും വേണം. ശത്രുബോധവും സ്വബോധവും, നമ്മൾ ആരെന്നറിയുക, മറ്റുള്ളവൻ ആരെന്നുകൂടി അറിയുമ്പോഴേ. വളരെ കറക്റ്റാണ്. ഇപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫുള്ള് പോയത് ആര്യന്മാർ വന്നു. ആകെ ഉണ്ടാവാഞ്ഞൊരു സാധനം ഡിഫൻസ് ആയിരുന്നു. ടെക്സാസിലെ നളന്ദ യൂണിവേഴ്സിറ്റി കത്തിച്ചുപോയി, ഗാർഡ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ പോർച്ചുഗീസ്, ഡച്ച് ഇവരവരൊക്കെ വന്നു. ഇന്നെങ്കിലും ഗാർഡ്സ് ഇല്ലെങ്കിൽ ഒരു പ്രോപ്പർ. സിന്ധു നദീതട നാഗരികതയുടെ തകർച്ചയുടെ കാരണം ഇപ്പറഞ്ഞതല്ല, ആരും പുറത്തുനിന്ന് ആക്രമിച്ച് നശിപ്പിച്ചതല്ല സിന്ധു നദിയുടെ നാഗരികത. അത് വലിയ ഹ്യൂജ് ടെക്ടോണിക് ചേഞ്ചിൻ്റെ കാരണം സരസ്വതി നദിയിലുണ്ടായ വലിയ പ്രളയം സംഭവിച്ചിട്ടാണ് അവർ മാറേണ്ടി വന്നത്. അത് ഒരാളും, ഇതും നമ്മുടെ ഒരു പഠനമാണ്. ആര്യന്മാർ വന്ന് ദ്രാവിഡന്മാരെ പരാജയപ്പെടുത്തി എന്ന് പറയുന്ന ആ കഥ അതൊരിക്കലും ശരിയായിട്ടൊന്നല്ല. സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ ആര്യന്മാർ വന്ന് സിന്ധു നദിയുടെ നാഗരികതയിൽ ആക്രമിച്ച് അവിടുത്തെ ആദിമവാസികളെ ഓടിച്ചു. ഇപ്പോൾ ഓടിച്ചപ്പോൾ അവരെങ്ങോട്ട് ഓടി? 90 ഡിഗ്രി ലംബമായിട്ട് ഓടിയേക്ക. മനുഷ്യന് ആരെങ്കിലും ഇപ്പോൾ ഇവിടെ ആരെങ്കിലും എന്നെ ആക്രമിക്കാൻ വന്നാൽ ഞാൻ ഈ 90 ഡിഗ്രിയിലാണോ ഓടുക? ഈസിയസ്റ്റ് വേ ആണോ തിരഞ്ഞെടുക്കുക? അങ്ങനെയാണെങ്കിൽ അവിടുന്ന് അവർ ഓടിയിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ ആദിമനിവാസികൾ ഓടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഗംഗാതടത്തിലേക്ക് പോകുള്ളൂ. അവർക്ക് ഈസി വേ അതാണ്. ഒരിക്കലും വിന്ധ്യൻ എന്ന് പറയുന്ന ഒരു തടസ്സത്തെ കടന്നിട്ട് തെക്കോട്ട് ഓടി വരില്ല അവർ. ആര്യൻ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ഒരു ജാതിയെ കുറിക്കുന്ന പദമേ അല്ല. അപ്പം ആ ജാതിയെ കുറിക്കുന്ന പദമാണ് എങ്കിൽ സീതാദേവി രാമനെ ആര്യപുത്ര എന്ന് വിളിക്കുന്നുണ്ട്. ആര്യപുത്ര എന്ന് പറഞ്ഞാൽ മധ്യേഷ്യയിൽ നിന്ന് വന്നവൻ്റെ മോനെ എന്നാണ്. അത് സീതാദേവി മാത്രമല്ല വിളിക്കുന്നത്, ജാതിയുടെ അല്ല എന്ന് പറയാനുള്ളത്. മണ്ഡോദരി, രാവണന്റെ പത്നി എന്ന് പറയുമ്പോൾ നമ്മൾ അസുരനായിട്ടാണ് കണക്കാക്കുന്നത്. ആ അസുര സ്ത്രീ കഴിച്ച് പോകുമ്പം അവരും അസുര സ്ത്രീ അല്ല എന്നൊക്കെ വംശാവലി നിരത്തിക്കൊണ്ട് പറയാം. പക്ഷെ മുമ്പിലുള്ളത് രാവണന്റെ പത്നിയാണ്. അവരും രാവണനെ വിളിക്കുന്നത് ആര്യപുത്ര എന്നാണ്. ഇനി പോട്ടെ, കൊരങ്ങച്ചി ആണെങ്കിൽ പറയല്ലോ, താര ബാലിയെ വിളിക്കുന്ന, കൊരങ്ങനായ ബാലിയെ വിളിക്കുന്നത് ആര്യപുത്ര എന്ന്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? മധ്യേഷ്യയിൽ നിന്ന് വന്നോ എൻ്റെ മക്കളെ എന്നാണോ ഇതിൻ്റെ അർത്ഥം? വംശവാചി അല്ല, ജാതിവാചി അല്ല ഈ ശബ്ദം, അത് ഗുണവാചിയാണ്. നമുക്ക് എത്തിപ്പെടേണ്ട ഒരു സ്ഥാനത്തെ കുറിക്കാൻ വേണ്ടി പൗരാണികന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ ലക്ഷ്യം, സംഘത്തിൻ്റെ ലക്ഷ്യവും പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു, കൃണ്വന്തോ വിശ്വം ആര്യം. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ദൈവദശകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ആര്യ വംശത്തിൻ്റെ മഹത്വം. അപ്പോൾ ആര്യൻ എന്നത് ജാതിയല്ല. പിന്നെ ദ്രാവിഡനും ജാതിയല്ല, അത് പുറത്തിൽ ദേശവാചിയായിട്ടുള്ള ശബ്ദമാണ്. അപ്പം ആര്യൻ്റെ ലക്ഷണത്തെക്കുറിച്ച് ബിഷപ്പ് കാൾഡ്വെല്ലും മാക്സ് മുള്ളറും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത്, ഒരു ഉത്തമ സുന്ദരനായ സുമുഖനായ എന്നെ പോലെ, ഞാനല്ല കേട്ടോ, മാക്സ് മുള്ളറെ പോലെ സുന്ദരനായ, നീണ്ട മൂക്കുള്ള, ഉയർന്ന നെറ്റിത്തടമുള്ള, കോലൻ മുടിയുള്ള, ഒരു ചെമ്പ് പോലത്തെ നിറമുള്ള ഒരാളാണ്. കാരണം ഇയാൾ കണ്ണാടി നോക്കിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇതാണ് ആര്യൻ്റെ ലക്ഷണമായി പറയുന്നത്. എനിക്കിങ്ങനെ നമ്മുടെ ഈ ക്രിക്കറ്റ് കളിക്കാരിൽ ഏറ്റവും അങ്ങനെ ഒരു തികഞ്ഞ സൗന്ദര്യമുള്ള മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രാഹുൽ ദ്രാവിഡ. അഭിനയത്ത് എങ്ങനെയാണ് വന്നത്? അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഇവരെ എപ്പോഴും സ്വാമി വരികയാണ്. സ്വാമി വിവേകാനന്ദൻ ഇവരെ അവരുടെ നാട്ടിൽ ചെന്ന് വെല്ലുവിളിച്ച്, നിങ്ങളുടെ ഈ സിദ്ധാന്തം തെറ്റാണെന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ നിറം നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് അങ്ങനെയല്ല, ഇത് നമ്മളെ വിഭജിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കപട സിദ്ധാന്തമാണ്. ആര്യൻ ആക്രമണ കഥ എന്ന് പറയുന്നത് തന്നെ ഒരു മിഥ്യയാണ്. ആര്യൻ ഇൻവേഷൻ എ മിത്ത് എന്ന് പറഞ്ഞിട്ട് മിഷേൽ ഡാനിനോ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്തിരിക്കട്ടെ, പലരും, സ്വാമിജി, ലോകമാന്യ തിലകൻ ആദ്യഘട്ടത്തിൽ ഈ സിദ്ധാന്തത്തെ അംഗീകരിച്ച് സംസാരിച്ചെങ്കിലും പിന്നീട് അത് ബോധ്യപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഭാരതത്തെ വിഭജിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള സിദ്ധാന്തമാണ്. അപ്പം നേരത്തെ ചന്ദി പറഞ്ഞ ആ ഇതില്ലേ, ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ കുഴപ്പത്തിൽ ഇപ്പോഴും തുടരുന്ന ഒരു പുഴുക്കുത്താണ്
അപ്പോൾ അതിനെല്ലാം നീക്കം ചെയ്തെങ്കിലേ ശക്തിപ്പെടാൻ കഴിയുള്ളൂ. അതിൻ്റെ ആവശ്യമുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഈ ഹിന്ദുസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ അനേകം യൗധേയ ഗണരാജ്യങ്ങളുണ്ടായിരുന്നു. അവിടെയുള്ള ഗണരാജ്യങ്ങളുടെ ഗണരാജ്യം എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്, ആ റിപ്പബ്ലിക്കുകളുടെ ഒക്കെ പ്രത്യേകത അവർ കാവലാളുകളായിരുന്നു. അവരിൽപ്പെട്ടൊരു യൗധേയ ഗണരാജ്യത്തിൻ്റെ സേനാനിയായിരുന്നു, അല്ലെ രാജാവായിരുന്നു പുരുഷോത്തമൻ അല്ലെങ്കിൽ പോറസ്. ആ പോറസിൻ്റെ മുമ്പിലാണ് അലക്സാണ്ടർ പരാജയപ്പെട്ടത്. ആ പോറസിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് അപൂർവമായ സന്ദർഭങ്ങളിൽ സത്യം പറഞ്ഞിട്ടുള്ള നെഹ്റു. ചില സന്ദർഭങ്ങളിലൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അറിയാതെ വന്ന സത്യങ്ങളിൽ ഒന്നാണ് the so-called Alexander Great was not able to defeat even a petty chieftain of a petty kingdom. ഒരു ചെറിയ നാട്ടുരാജാവിനെ പോലും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അലക്സാണ്ടർ അദ്ദേഹത്തിന് മുമ്പ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെയാണ് പലപ്പോഴും അത് സാവർക്കർജിയുടെ 6 സുവർണാധ്യായങ്ങളിൽ അദ്ദേഹം ഈ യൗധേയ ഗണരാജ്യങ്ങളെക്കുറിച്ച് തന്നെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്, യുദ്ധം ചെയ്യുന്നതിൽ പ്രവീണരായിട്ടുള്ള അവരായിരുന്നു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആ കാലഘട്ടത്തിൽ. അപ്പോൾ അതിന് വ്യവസ്ഥ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അത് ദുർബലമായി പോയി എന്നുള്ളതാണ്.